സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചേക്കും. ഏപ്രിൽ 3-ാം വാരം തെരഞ്ഞെടുപ്പ് നടക്കാനാണ് സാധ്യത. റോഷിപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. റോഷി, ഈ തെരഞ്ഞെടുപ്പ് ഇങ്ങ് വരുന്നു എന്ന് നമുക്കറിയാം, പക്ഷെ അതിന്റെ ഡേറ്റ് ഇങ്ങനെ അടുത്ത് വരുമ്പോ അല്ലെ നമ്മുടെ നെഞ്ചിടിപ്പ് ഇങ്ങനെ കൂടിക്കൂടി വരും. സംസ്ഥാനം തെരഞ്ഞെടുപ്പിലേക്ക് എന്ന പ്രഖ്യാപനം അടുത്ത ആഴ്ച നമുക്ക് പ്രതീക്ഷിക്കാം. മാധു, ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർശനമാണ് ഇപ്പോൾ നടക്കുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ സന്ദർശനം പൂർത്തിയായി. നേരെ പശ്ചിമ ബംഗാളിലേക്കാണ് ഈ സംഘം പോകുന്നത്. അവിടെ ആ സന്ദർശനവും പൂർത്തിയായി കഴിഞ്ഞാൽ നേരെ ദില്ലിയിലേക്ക് തിരിച്ചെത്തി കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ തന്നെ വാർത്താ സമ്മേളനം നടത്തി തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുമെന്നാണ് കണക്കുകൂട്ടുന്നത്. നേരത്തെ സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണമൊക്കെ കൃത്യസമയത്ത് പൂർത്തീകരിക്കാൻ സാധിച്ചു. പക്ഷേ പശ്ചിമ ബംഗാളിലെ ആ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട വലിയ തർക്കങ്ങൾ ഉണ്ടായതോടെയാണ് വൈകിയത്. അവിടെ ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പമുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് അന്തിമ വോട്ടർ പട്ടിക പുറത്തിറങ്ങിയത്. അതിൽ തർക്കം നിലനിൽക്കുന്നുണ്ട്. നിയമപരമായ ചില നടപടിക്രമങ്ങൾ, സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങളടക്കം ഈ അന്തിമ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് തുടരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം തന്നെ വൈകുന്നത്. ഏതായാലും കഴിഞ്ഞ ആഴ്ച ഡെപ്യൂട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ഉൾപ്പെടെയുള്ള വലിയ സംഘം സംസ്ഥാനത്ത് എത്തിയതാണ്. തിരുവനന്തപുരത്ത് വന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരുമായി കൂടിക്കാഴ്ച നടത്തി വളരെ വിശദമായ യോഗം ചേർന്നു. മുന്നൊരുക്കങ്ങൾ വിശദമായി പരിശോധിച്ചു. എല്ലാം കഴിഞ്ഞ് മടങ്ങി. അതിനുശേഷം അതിൻ്റെ ഒരു നടപടിക്രമം എന്ന നിലയിലാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ സന്ദർശനം കൂടി നടക്കുന്നത്. ഇതിൽ എൻഫോഴ്സ്മെന്റ് ഏജൻസികളുമായി അവരുടെ ഉദ്യോഗസ്ഥന്മാരുമായിട്ടൊക്കെ, ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാരുമായിട്ടൊക്കെ ചർച്ചകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകളാണ് നടക്കുന്നത്. കാരണം കള്ളപ്പണങ്ങൾ പിടിക്കണം, മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള അവ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒഴുകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ തടയാനുള്ള മുന്നൊരുക്കങ്ങൾ വേണം. അതുകൊണ്ട് തന്നെ അതിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. എന്നാലും എപ്പോഴായിരിക്കും തെരഞ്ഞെടുപ്പ് എന്നാണ് കേരളത്തിലെ വോട്ടർമാർ, കേരളം ഒന്നാകെ കാത്തിരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടി നേതാക്കളൊക്കെ ആകാംക്ഷയോടെ, നെഞ്ചിരിപ്പോടെ കാത്തിരിക്കുകയാണ്. ഈ തവണ തെരഞ്ഞെടുപ്പ് എപ്പോഴായിരിക്കും? കഴിഞ്ഞ തവണ ഏപ്രിൽ ആദ്യവാരമായിരുന്നെങ്കിൽ ഈ തവണ 3-ാം വാരമായിരിക്കും തെരഞ്ഞെടുപ്പ് എന്ന് പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ടാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ പതുക്കെ വൈകിപ്പിക്കുന്നത്. ഏതായാലും ഏറെ വൈകാതെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും കണക്ക് കൂട്ടുന്നത്. ഒരുപക്ഷെ ഈ സന്ദർശനം മടങ്ങുമ്പോൾ ഏപ്രിൽ 3-ാം വാരം എന്നൊക്കെ പറയുമ്പോൾ വിഷു കഴിഞ്ഞ് തൊട്ടടുത്ത് അതിനോട് അടുപ്പിച്ച ദിവസങ്ങളൊക്കെ ആയിരിക്കും. എന്തായാലും രാവിലെ കണിയൊക്കെ വെച്ചിട്ട് ആരെങ്കിലും വാതിൽ മുട്ടുകെട്ടാൽ തുറക്കണ്ട, കണി കണ്ടതിന് ശേഷം മതി. അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളായിരിക്കും മിക്കവാറും അവിടെ ഹാജരുണ്ടാവുക. എന്തായാലും വിഷുക്കാലത്ത് തെരഞ്ഞെടുപ്പ് കാലം എന്ന് തന്നെയായിരിക്കും നമുക്ക് ഈ ഘട്ടത്തിൽ വിചാരിക്കാം.